രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്ന ഒന്നും സത്യമല്ല. സത്യമായ പലതും നമ്മൾ കാണുന്നുമില്ല. ജനാധിപത്യം എന്നാൽ ജനങ്ങളെ സേവിക്കാനുള്ളതാണെന്ന പഴയ സങ്കല്പമൊക്കെ മാറി. അധികാരം പിടിച്ചെടുക്കാനുള്ള കുറുക്കു വഴികളായി ഡിജിറ്റൽ ലോകത്തെ എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യാം എന്നതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സാധാരണ കഥയല്ല. അധികാരമെന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് കണ്ണും നട്ട് സ്വന്തം പാർട്ടിക്കാരെയും പാവപ്പെട്ട ജനങ്ങളെയും ഒരുപോലെ വഞ്ചിച്ചുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് നടത്തിയ അതിവിദഗ്ധമായ ഒരു സൈബർ തട്ടിപ്പിൻ്റെ, ഒരു സൈബർ ഹൈജാക്കിങ്ങിൻ്റെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ ചുഴലഴിയുന്നത്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ ലോകം ചുറ്റിക്കാണുന്ന ഒരു പ്രശസ്തനായ സഞ്ചാരിയുടെ ആരാധകനായിരുന്നു. എന്നാൽ നേരം വെളുത്ത് കണ്ണു തുറക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ കടുത്ത അനുയായിയായി മാറി. അദ്ദേഹത്തെ അടുത്ത മുഖ്യമന്ത്രിയാക്കാൻ വെമ്പുന്ന ഒരു സൈബർ പോരാളിയായി താൻ മാറിയിരിക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? ചിന്തിക്കാൻ പോലും കഴിയാത്ത ഈ തട്ടിപ്പാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ അരങ്ങേറിയത്. അതെ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ അടുത്ത മുഖ്യമന്ത്രിയാക്കാൻ കോൺഗ്രസിൻ്റെ സൈബർ വിങ് നടത്തിയ ആസൂത്രിത നാടകത്തിൻ്റെ തിരശ്ശീലയാണ് ഇപ്പോൾ ഇടതുപക്ഷ സൈബർ പോരാളികൾ വലിച്ചു കീറിയിരിക്കുന്നത്. കഥ തുടങ്ങുന്നത് 2017 പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിൽ വികസനത്തിൻ്റെ പുതിയ ചരിത്രം രചിച്ചു മുന്നേറുന്ന കാലം. അന്നേ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് പായുന്ന ഒരുപാട് നേതാക്കളുണ്ടായിരുന്നു. അവരിലൊരാളായിരുന്നു വി.ഡി. സതീശൻ. 2017 ഓഗസ്റ്റ് 2 ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ് ജനിക്കുന്നു. പേര് വി.ഡി. സതീശൻ അവർ നെക്സ്റ്റ് CM. സ്വന്തം പാർട്ടിക്കാർക്കിടയിൽ പോലും വലിയ സ്വീകാര്യതയില്ലാത്ത ഒരു നേതാവിനെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടാൻ തുടങ്ങിയ ആ ഗ്രൂപ്പിലേക്ക് ആളുകൾ തിരിഞ്ഞു പോലും നോക്കിയില്ല. ജനങ്ങൾക്കിടയിൽ സ്വാധീനമില്ലാത്ത ഒരു നേതാവിന് സൈബർ ലോകത്തും എന്ത് സ്വാധീനം ലഭിക്കാൻ? ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയിട്ടും ഗ്രൂപ്പിൽ ഈച്ചയാട്ടമായിരുന്നു. അവിടെയാണ് വലതുപക്ഷ സൈബർ ബുദ്ധികേന്ദ്രങ്ങൾ തങ്ങളുടെ തനിനിറം പുറത്തെടുത്തത്. നേരിട്ട് വന്നാൽ ആളുകൾ കൂവി ഓടിക്കുമെന്ന് മനസ്സിലാക്കിയ അവർ കേരളത്തിലെ സാധാരണക്കാരുടെ താല്പര്യങ്ങളെയും വികാരങ്ങളെയും ചൂഷണം ചെയ്യാൻ തീരുമാനിച്ചു. അതൊരു ഒന്നൊന്നര വേഷപ്പകർച്ചയായിരുന്നു. 2020 ഫെബ്രുവരി 11 ആ ഗ്രൂപ്പിൻ്റെ പേര് പെട്ടെന്ന് മാറുന്നു. ആം ആദ്മി പാർട്ടി കേരള ഫാൻസ്. അഴിമതിക്കെതിരെ ഡൽഹിയിൽ ഉയർന്നു വന്ന ഒരു പുതിയ രാഷ്ട്രീയ പരീക്ഷണത്തോട് കേരളത്തിലെ നിഷ്പക്ഷരായ ആളുകൾക്കുള്ള താല്പര്യത്തെയാണ് അവർ ആദ്യം മുതലെടുത്തത്. കുറച്ചാളുകൾ ആ ഗ്രൂപ്പിലേക്ക് വന്നു. എന്നാൽ അത് പോരായിരുന്നു അവർക്ക്. ലക്ഷ്യങ്ങൾ വലുതായിരുന്നു. അപ്പോഴാണ് കേരളത്തിൽ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ക്യാമ്പയിൻ ശക്തമാകുന്നത്. ഉടനെ 2020 ജൂൺ 16 ഈ ഗ്രൂപ്പ് വീണ്ടും പേര് മാറ്റി. വി സപ്പോർട്ട് വൺ ഇന്ത്യ വൺ പെൻഷൻ. പെൻഷൻ സ്വപ്നം കണ്ട പാവപ്പെട്ട മനുഷ്യർ ആ ഗ്രൂപ്പിലേക്ക് ഒഴുകിയെത്തി. വഞ്ചനയുടെ ആഴം അവിടെയും തീർന്നില്ല. ഡൽഹി അതിർത്തികളിൽ രാജ്യത്തെ അന്നമൂട്ടുന്ന കർഷകർ തണുത്ത് വിറച്ച് ചോര ചീന്തി തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടുന്ന സമയം, ആ കർഷകരോട് കേരളത്തിലെ ജനങ്ങൾക്കുള്ള വൈകാരികമായ ഐക്യദാർഢ്യം വലതുപക്ഷ സൈബർ സംഘം കണ്ടത് തങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ആളുകളെ കൂട്ടാനുള്ള ഒരു സുവർണാവസരമായിട്ടാണ്. 2020 ഡിസംബർ 11 ആ ഗ്രൂപ്പിൻ്റെ പേര് വീണ്ടും മാറി. കർഷക സമരത്തിനൊപ്പം നമ്മളും. സ്വന്തം ജീവൻ ബലികഴിച്ച കർഷകരുടെ കണ്ണീരിനെ പോലും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ PR വർക്കിന് വേണ്ടി വിൽക്കാൻ തയ്യാറായ ഇവരുടെ രാഷ്ട്രീയ ധാർമ്മികത എത്രമാത്രം തരം താണതാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. പിന്നീട് 2021 മെയ് 3 നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് യുവാക്കളെ ആകർഷിക്കാൻ ഗ്രൂപ്പിൻ്റെ പേര് ഷാഫി പറമ്പിലിനൊപ്പം എന്നാക്കി മാറ്റി. കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോരിൻ്റെ മറ്റൊരു മുഖം കൂടിയാണിത്. യുവാക്കളുടെ ഇടയിൽ ഷാഫിക്കുള്ള സ്വാധീനം ഉപയോഗിച്ച് ആളുകളെ കൂട്ടുക, എന്നിട്ട് അവസരം വരുമ്പോൾ അത് സതീശൻ്റെ അക്കൗണ്ടിലാക്കുക. എന്നാൽ ഇതുകൊണ്ടൊന്നും അവർ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്തിയില്ല. അപ്പോഴാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികളുടെയും യാത്രകളെയും അറിവിനെയും സ്നേഹിക്കുന്ന സാധാരണക്കാരുടെയും ഇഷ്ടത്തോഴനായ സാക്ഷാൽ സന്തോഷ് ജോർജ് കുളങ്ങരയെ അവർ നോട്ടമിടുന്നത്. 2021 നവംബർ 25 ആ ഫേസ്ബുക്ക് ഗ്രൂപ്പ് അതിൻ്റെ ഏറ്റവും വലിയ വഞ്ചനയ്ക്ക് തുടക്കം കുറിച്ചു. ഗ്രൂപ്പിൻ്റെ പേര് സന്തോഷ് ജോർജ് കുളങ്ങര ഫാൻസ് എന്നാക്കി മാറ്റി. രാഷ്ട്രീയമോ ജാതിയോ മതമോ ഇല്ലാതെ ലോക വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മലയാളി സമൂഹത്തിൻ്റെ മുഴുവൻ സ്നേഹവും പിടിച്ചു പറ്റിയ ഒരു മനുഷ്യൻ്റെ പേര് ഇവർ അക്ഷരാർത്ഥത്തിൽ ഹൈജാക്ക് ചെയ്യുകയായിരുന്നു. 2021 മുതൽ 2025 ജനുവരി വരെ നീണ്ട 4 വർഷക്കാലം ഈ കപട നാടകം തുടർന്നു. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ യാത്രകൾ ഇഷ്ടപ്പെട്ട് ആ ഗ്രൂപ്പിലേക്ക് അറിവില്ലാതെ ഒഴുകിയെത്തിയത് ലക്ഷക്കണക്കിന് നിരപരാധികളായ സാധാരണക്കാരാണ്. അങ്ങനെ 2025 ജനുവരി ആയപ്പോഴേക്കും ആ ഗ്രൂപ്പിലെ അംഗസംഖ്യ 3.5 ലക്ഷം കടന്നു. തങ്ങൾക്ക് ആവശ്യമുള്ളത്ര ആളുകൾ വലയിലായെന്ന് ഉറപ്പായ നിമിഷം 2025 ജനുവരി 5
സൈബർ തട്ടിപ്പുകാർ തങ്ങളുടെ മുഖംമൂടി വലിച്ചെറിഞ്ഞു. 3.5 ലക്ഷം അംഗങ്ങളുള്ള ആ ഗ്രൂപ്പിൻ്റെ പേര് ഒറ്റ രാത്രി കൊണ്ട് പഴയ രൂപത്തിലേക്ക് തിരിച്ചുപോയി. വി ഡി സതീശൻ അവർ നെക്സ്റ്റ് CM. യാത്രകളെ സ്നേഹിച്ചവർ, കർഷകരെ സ്നേഹിച്ചവർ, പെൻഷൻ ആഗ്രഹിച്ചവർ എല്ലാവരും ഒറ്റ രാത്രി കൊണ്ട് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ നടക്കുന്ന കോൺഗ്രസ് സൈബർ പോരാളികളായി മുദ്രകുത്തപ്പെട്ടു. ഇതിനെയാണ് സാങ്കേതികമായി എൻഗേജ്മെൻറ്റ് ഫാമിംഗ് എന്ന് വിളിക്കുന്നത്. എന്നാൽ രാഷ്ട്രീയ ഭാഷയിൽ ഇതിൻ്റെ പേര് പകൽ കൊള്ള എന്നാണ്. ഈ സംഭവത്തെ കേവലം ഒരു ഫേസ്ബുക്ക് പേജിൻ്റെ തട്ടിപ്പായി മാത്രം കാണാൻ കഴിയില്ല. ഇത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ഇന്നത്തെ UDFൻ്റെ ഗതികേടിൻ്റെയും പാപ്പരത്തത്തിൻ്റെയും ഏറ്റവും വലിയ തെളിവാണ്. എന്തിനാണ് വി ഡി സതീശൻ ഇത്രയധികം വ്യഗ്രത കാണിക്കുന്നത്? അതിൻ്റെ ഉത്തരം കിടക്കുന്നത് കോൺഗ്രസിനുള്ളിലെ പുകയുന്ന അഗ്നിപർവ്വതത്തിലാണ്. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും അധികാരം പിടിക്കാമെന്ന വ്യാമോഹത്തിലായിരുന്നു UDF. എന്നാൽ ആര് മുഖ്യമന്ത്രിയാകുമെന്ന ചോദ്യം വരുമ്പോൾ അവിടെ നടക്കുന്നത് തെരുവ് യുദ്ധമാണ്. AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ ഡൽഹിയിൽ ഇരുന്ന് ചരട് വലിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടാണ്. താൻ കാലങ്ങളായി കാത്തിരിക്കുന്ന കസേര ഇത്തവണയെങ്കിലും കിട്ടുമെന്ന് രമേശ് ചെന്നിത്തല വിശ്വസിക്കുന്നു. സുധാകരനാകട്ടെ തൻ്റെ അവസാനത്തെ ഊഴത്തിനായി പല്ലും നഖവും ഉപയോഗിച്ച് പോരാടുകയാണ്. ഇതിനിടയിലാണ് ഹൈക്കമാൻഡിൻ്റെ പേരും പറഞ്ഞ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം പിടിച്ചെടുത്തത്. പരമ്പരാഗത AI ഗ്രൂപ്പുകളെ വെട്ടിനിരത്തി സ്വന്തമായി ഒരു PR ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കാനാണ് സതീശൻ ശ്രമിക്കുന്നത്. താഴെത്തട്ടിൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലടിക്കുമ്പോൾ നേതാക്കൾക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ വലുത് മുഖ്യമന്ത്രി കസേര മാത്രമാണ്. സ്വന്തം പാർട്ടിയിൽ തനിക്ക് ജനകീയ അടിത്തറയില്ലെന്ന് വി ഡി സതീശന് നന്നായി അറിയാം. രമേശ് ചെന്നിത്തലയ്ക്കുള്ള ഗ്രൂപ്പ് പിൻബലമോ സുധാകരനുള്ള അണികളോ KC വേണുഗോപാലിനുള്ള ഡൽഹി സ്വാധീനമോ സതീശനില്ല. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് നേതാവാകാൻ സമയവുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കുറുക്കു വഴികളിലൂടെ PR ഏജൻസികളിലൂടെയും വേഴ സൈബർ ഗ്രൂപ്പുകളിലൂടെയും സഹായത്തോടെ താനാണ് ഏറ്റവും വലിയ ജനകീയനെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത്. സ്വന്തം പാർട്ടിക്കാരെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരാളാണ് കോടിക്കണക്കിന് വരുന്ന കേരള ജനതയെ ഫേസ്ബുക്ക് ലൈക്കുകളിലൂടെ കബളിപ്പിക്കാൻ നോക്കുന്നത്. UDFനുള്ളിലെ ഇന്നത്തെ അവസ്ഥ ദയനീയമാണ്. ഒരു ഭാഗത്ത് ഘടകകക്ഷികൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അസംതൃപ്തരാണ്. മുസ്ലിം ലീഗ് പലപ്പോഴും കോൺഗ്രസിൻ്റെ നിലപാടില്ലായ്മയിൽ അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിനുള്ളിലാകട്ടെ ആർക്കും ആരെയും വിശ്വാസമില്ല. ഇടതുപക്ഷ സഹയാത്രികരും നിഷ്പക്ഷരായ സൈബർ ആക്ടിവിസ്റ്റുകളും ഈ തട്ടിപ്പിൻ്റെ സ്ക്രീൻഷോട്ടുകളും ഹിസ്റ്ററിയും പുറത്തുവിട്ടതോടെ UDF ക്യാമ്പ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. എന്താണ് ഇതിന് മറുപടി പറയേണ്ടതെന്നറിയാതെ അവർ ഇരുട്ടിൽ തപ്പുന്നു. 0 നിന്ന് തുടങ്ങി ഒരു രാഷ്ട്രീയ ഗ്രൂപ്പ് വളർത്തിയെടുക്കാനുള്ള ജനപിന്തുണ കോൺഗ്രസിനില്ല എന്ന് അവർ തന്നെ ഇതിലൂടെ സമ്മതിച്ചിരിക്കുകയാണ്. ട്രെൻഡിംഗ് ആയ വിഷയങ്ങൾ വച്ച് ജനങ്ങളെ വലയിലാക്കുക, എന്നിട്ട് അത് സ്വന്തം നേതാവിൻ്റെ തലയിൽ കെട്ടിവയ്ക്കുക. മുമ്പ് രാഹുൽ ഈശ്വറിൻ്റെ പേരിലും ഇന്ത്യൻ സൈന്യത്തിൻ്റെ പേരിലും സമാനമായ തട്ടിപ്പുകൾ നടത്തിയ വലതുപക്ഷ സൈബർ ടീമിൻ്റെ അതേ പാറ്റേൺ തന്നെയാണ് ഇവിടെ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ PR സംഘവും ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്ന ഈ വ്യാജ കുമിളകൾ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്യും എന്ന് കൂടി അറിഞ്ഞിരിക്കുന്നത് കോൺഗ്രസ്സുകാർക്ക് നല്ലതാണ്.